തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ പോലീസുകാരൻ ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചതായി പരാതി. നെയ്യാറ്റിൻകര സ്റ്റേഷനിലെ രാഹുൽ ബാബുവാണ് ഭാര്യ പ്രിയയ്ക്ക് നേരെ ആക്രമണം നടത്തിയത്. ഡിവൈഎസ്പിക്ക് നൽകിയ പരാതിയിൽ നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്തു. കഞ്ചാവ് കടത്തുന്നതിനിടെ തിരുവനന്തപുരം കാട്ടാക്കടയിൽ യുവാക്കൾ പിടിയിൽ. പൂവച്ചൽ സ്വദേശി മഹേഷ്, കോട്ടൂർ സ്വദേശി അച്ചു, ആലമുക്ക് സ്വദേശി ശരത് എന്നിവരാണ് പിടിയിലായത്. കൊച്ചിൻ കലാഭവന്റെ സ്ഥാപകൻ ആബേൽ അച്ഛന്റെ 105-ാം ജന്മദിനം കലാഭവനിൽ വിവിധ കലാപരിപാടികളോടെ ആചരിച്ചു. പ്രശസ്ത സിനിമാ സംവിധായകൻ മെക്കാർട്ടൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ മാന്നാർ കുട്ടൻപേരൂർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പൊതിച്ചോർ വിതരണം നടത്തി. പുലിയൂർ ലില്ലി ലയൺസ് സ്പെഷ്യൽ സ്കൂളിൽ അഖിലഭാരത അയ്യപ്പ സേവാ സംഘം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. കൊച്ചി പ്രസ് ക്ലബിന്റെ കുടുംബമേളയ്ക്ക് മുന്നോടിയായി സ്പോർട്സ് ഡേ സംഘടിപ്പിച്ചു. മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന പരിപാടി ടി.ജെ. വിനോദ് എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം വളാഞ്ചേരിയിൽ എടയൂർ പഞ്ചായത്തിന്റെ ഗ്രാമസഭായോഗം നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ.പി. വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് പാലത്തിലിടിച്ച അപകടം. പരിക്കേറ്റ പരിമേപ്പുകട സ്വദേശി സജീവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം വിടവൂർ സെന്റ് ജമ്മ ജംഗ്ഷനിലുണ്ടായ തീപിടുത്തത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. അപകടത്തിൽ ആളപായമില്ല. കഴുവിൽ സെന്റ് ആന്റണീസ് ഫെറോന പള്ളിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. 8-ാം ഇടം ജനുവരി 26 ഞായറാഴ്ച ആഘോഷിക്കും. ആലപ്പുഴ മാന്നാർ കുരട്ടിക്കാട് ശ്രീ ഭുവനേശ്വരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വാർഷികാഘോഷം നടന്നു. ആഘോഷ പരിപാടി പ്രശസ്ത ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്ര വർമ്മ ഉദ്ഘാടനം ചെയ്തു.